യുദ്ധ സാഹചര്യം വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ബഹറിലായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു, കണ്ണൂരേക്ക് വന്നു. അപ്പോൾ ഇന്നലെ എന്നെ ഇന്നും ഇപ്പം എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ ഉള്ളൊരു രീതിയിലാണ്. ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റിയുടെ മീറ്റിംഗ് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരും, ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ പങ്കെടുക്കും. അത് നമുക്ക് കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. സംസ്ഥാനം എത്ര ആദ്യഘട്ട നിലയ്ക്ക് എത്ര സീറ്റാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ വെക്കുന്നത്? അതിപ്പോൾ കൃത്യമായിട്ടില്ല. അല്ല, അതിന്റെ ഡേറ്റ് എണ്ണമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അല്ല, ഡിസ്കഷനിലെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചർച്ച, ഡിസ്കഷൻ കഴിഞ്ഞിട്ടല്ല നമുക്ക് പറയട്ടെ. സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ച, പുരോഗതി നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. തിരക്കില്ല. കാരണം ഒന്ന്, ഇലക്ഷൻ ഡിക്ലറേഷൻ താമസിച്ചാണ് വരുന്നത്. പിന്നെ ഇപ്പം ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരക്കില്ല. ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ടാണ് ഇന്ന് ഡൽഹിയിൽ വന്നത്. എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. മോശമൊന്നുമില്ല. അതെ, അത് വലിയ ആശങ്ക തന്നെയാണ്. ഇങ്ങനെയൊരു യുദ്ധ സാഹചര്യം വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ബഹറിലായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു, കണ്ണൂരേക്ക് വന്നു. അപ്പോൾ ഇന്നലെ എന്നെ ഇന്നും ഇപ്പം എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ ഉള്ളൊരു രീതിയിലാണ്. അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ആളുകളെല്ലാം മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. വലിയ ആശങ്കയിലാണ് എല്ലാവരും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു ഇഫ്താർ സംഗമത്തിന് പോയതാണ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ മടങ്ങി, ഉച്ചയ്ക്ക് എത്തി അന്ന് തന്നെ മടങ്ങി. അപ്പോൾ ഏതായാലും വന്നില്ലായിരുന്നെങ്കിൽ അവിടെ കുടുങ്ങിപ്പോയനെ. പ്രവീൺ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രവീൺ ഇന്നലെ വിളിച്ചിരുന്നു. നാളെ വരാൻ പറ്റുമെന്നാണ് അവർ കരുതുന്നത്. ആശങ്കയുണ്ട്. അസാധാരണമായ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബംഗള വീട്ടിലാണ്. അപ്പം അത് സേഫാണ്, ആസ് ഇറ്റ് ഈസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.